എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മെയ് മാസത്തെ റേഷൻ ഏപ്രിൽ 4 മുതൽ ആരംഭിച്ചിരുന്നു എങ്കിലും മെയ് 30-ാം തീയതി വരെ വാങ്ങാൻ അവസരമുണ്ട്. 6-ാം തീയതിയും റേഷൻ കാർഡ് അവധിയാണ്. റേഷൻ കാർഡ് ഉള്ളവർക്കും തീയതി മുതലുള്ള അറിയിപ്പാണ് പറയുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം മെയ് 5-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. നേരത്തെ 2 മാസത്തെ റേഷൻ ഏപ്രിൽ 4 മുതൽ ആരംഭിച്ചിരുന്നു. ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും റേഷനാണ് അങ്ങനെ ആരംഭിച്ചിരുന്നത്. അന്ന് പറഞ്ഞിരുന്നത് മെയ് 30 വരെ വാങ്ങാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസത്തെ റേഷൻ മെയ് 5-ന് അവസാനിക്കും എന്നാണ്. മെയ് 1-ാം തീയതി ലോക തൊഴിലാളി ദിനം ആയതുകൊണ്ട് തന്നെ റേഷൻ കട അവധിയായിരിക്കും. പിന്നീട് ശനിയാഴ്ചയും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ മെയ് മാസത്തെ റേഷനും വാങ്ങാൻ സാധിക്കുന്നത് തന്നെയാണ്. 5-ാം തീയതി വരെ 2 മാസത്തേത് ഒരുമിച്ച് വാങ്ങാവുന്നതാണ്. മെയ് 6-ാം തീയതി മെയ് മാസത്തെ ആദ്യ പ്രവൃത്തി ദിവസം എന്നുള്ള നിലക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം മെയ് 7-ാം തീയതി മുതൽ പിന്നെ 1 മാസത്തെ റേഷൻ, അതായത് മെയ് മാസത്തെ റേഷൻ മാത്രമാണ് ലഭിക്കുക. മെയ് 30-ാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ മാത്രം വാങ്ങാൻ കഴിയുന്നതാണ്. മെയ് 2-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 2 മാസത്തെ റേഷൻ, അതായത് ഏപ്രിൽ മാസത്തേതും മെയ് മാസത്തേതും വാങ്ങാം. അത് കഴിഞ്ഞാൽ 6-ാം തീയതി റേഷൻ കട അവധിയാണ്. 7-ാം തീയതി മുതൽ പിന്നെ മെയ് മാസത്തെ റേഷൻ മാത്രമായിരിക്കും ലഭിക്കുക എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. സംസ്ഥാനത്ത് നാളെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ്. മെയ് മാസത്തെ 2 മാസത്തെ റേഷനാണ് ഈ ഒരു സമയത്ത് വാങ്ങാൻ കഴിയുക. 6-ാം തീയതി റേഷൻ കടകൾ അവധിയാണ്. 7-ാം തീയതി മുതലാണ് മെയ് മാസത്തെ മാത്രമായിട്ടുള്ള റേഷൻ വിതരണം. ഏപ്രിൽ മാസത്തിലും ഈ ദിവസങ്ങളിലും വാങ്ങാത്ത ആളുകൾക്ക് മാത്രമായിരിക്കും മെയ് മാസത്തിൽ റേഷൻ ലഭിക്കുക. ഏപ്രിൽ മാസത്തെ റേഷനോടൊപ്പം വാങ്ങാത്ത ഗുണഭോക്താക്കൾക്ക് മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ്. അരിയും ഗോതമ്പും സൗജന്യമായിട്ടും ആട്ട 7 രൂപക്കുമാണ് ലഭിക്കുക. PHH പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരി, ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരിയും 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. 3 കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡിന് 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതായത് താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 4 വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ബ്രൗൺ റേഷൻ കാർഡിന് ഒരു ആട്ട 17 രൂപ നിരക്കിലും 10 രൂപ 90 പൈസ നിരക്കിലും വാങ്ങാവുന്നതാണ്. ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തെ റേഷൻ വാങ്ങാത്തവർക്ക് മാത്രമായിരിക്കും മെയ് മാസം റേഷൻ ലഭിക്കുക. അല്ലാത്തവർക്ക് കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസം റേഷൻ വാങ്ങിയിട്ടുള്ള 2 മാസത്തേത് വാങ്ങിയിട്ടുള്ളവർക്ക് മെയ് മാസത്തിൽ റേഷൻ ലഭിക്കുന്നതല്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.